ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ. ഒന്നാം കൃതി ബഹുപദമാണ് അല്ലേ. എക്സിന് മുകളിൽ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇത് ഒന്നാം കൃതി ബഹുപദമാണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇതിൻ്റെ പിക്ചർ എങ്ങനെയാണ് ഗ്രാഫിൽ വരിക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ എക്സിൻ്റെ പ്ലേസിൽ എക്സിനെ മാറ്റിയിട്ട് 0, 1, 2, 3 ഒക്കെ കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനാണ് നമ്മളിതിൽ മാർക്ക് ചെയ്യേണ്ടത്. നോക്കാം. ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് പി ഓഫ് എക്സിന് പകരം നമ്മൾ 0 കൊടുക്കുന്നു. ഓക്കെ, പി ഓഫ് 0 ഈക്വൽ, ഞാൻ കളർ ചേഞ്ച് ആക്കി എഴുതുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവാനാണ്. ഇവിടെ എക്സ് 0 ആയാൽ ഈ എക്സും 0 ആവും. അപ്പോൾ എന്താവും? 2 ഇൻറ്റു 0 എന്ന് വരും. 2 ഇൻറ്റു 0, 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 0 മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 2 ഇൻറ്റു 0 0. ഈ ടേം കംപ്ലീറ്റ്ലി 0 ആകും. ദെൻ -1 മാത്രം ഇവിടെ അവശേഷിക്കും. അപ്പോൾ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ -1 എന്ന് കിട്ടി. നെക്സ്റ്റ് പി ഓഫ് 1 കാണാം. ഓക്കെ, പി ഓഫ് 1 എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എക്സിന് പകരം ഈ ഒരു ബഹുപദത്തിൽ 1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു എക്സിന് പകരം 1 കൊടുക്കുക. 1 മൈനസ്, പിന്നെ ബാലൻസ് 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു 1, പിന്നെ -1നെ അങ്ങനെ കൊടുക്കുക, -1. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? 2 ഇൻറ്റു 1 2 എന്ന് കിട്ടും, -1. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 2ന്ന് 1 മൈനസ് ചെയ്താൽ 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പി ഓഫ് 0 കിട്ടി, പി ഓഫ് 1 കിട്ടി. ഇനി ഒരു വാല്യൂ കൂടെ കാണാം. നമുക്ക് പി ഓഫ് 2 കൂടെ കണ്ടു നോക്കാം. പി ഓഫ് 2, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 എക്സ് മാറി 2 വന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോളിനോമിയലിൽ തന്നെ ശ്രദ്ധിക്കുക, എക്സ് മാറ്റിയിട്ട് 2 കൊടുക്കുക. 2 ഇൻറ്റു എക്സിന് പകരം നമുക്ക് 2 എന്ന് കൊടുക്കാം. 2 ഇൻറ്റു 2 അങ്ങനെ ബ്രാക്കറ്റ് ആക്കുക. ബാലൻസ് 2 ഇൻറ്റു 2 -1. അപ്പോൾ എന്താ വരിക? പി ഓഫ് 2 ഈക്വൽ 2 ഇൻറ്റു 2 4 എന്ന് വരും. 4 - 1 ദാറ്റ് ഈസ് 3 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഈ 3 വാല്യൂസിനെയും കൂടെ നമ്മളൊരു ബോക്സ് ആക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കിയേ. ഇതുപോലെ 4 കോളം വരിക, 2 റോ ആക്കലിന്. ഫസ്റ്റിൽ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക, സെക്കൻഡിൽ നമ്മൾ പി ഓഫ് എക്സ് എന്ന് കൊടുക്കുക. എക്സ് 0 ആയപ്പോൾ, അതുപോലെ എക്സ് 1 ആകുമ്പോൾ, എക്സ് 2 ആകുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് എന്താ കിട്ടുന്നത്? പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുക? എക്സ് 0 ആകുമ്പോൾ പി ഓഫ് 0 -1. ഓക്കെ, എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് വരുന്നത് -1. എക്സ് 1 ആകുമ്പോൾ, ഇവിടെയുള്ള എക്സ് 1 ആയാൽ പി ഓഫ് 1 1. എക്സ് 2 ആകുമ്പോൾ പി ഓഫ് 2 നമുക്ക് കിട്ടുന്നത് 3. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഈ എക്സ് എന്നുള്ള വാല്യൂസിനെ നിങ്ങൾ ഈ ലൈനിലാണ് നോക്കേണ്ടത്. അതുപോലെ പി ഓഫ് എക്സ് എന്നുള്ള വാല്യൂസിനെ ഈ ലൈനിലുമാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എക്സ് 0 ആകുമ്പോൾ അവിടെ നോക്കിയേ, -4 -3 -2 -1 1. അപ്പോൾ ഈ പോയിൻ്റാണ് 0 എന്ന് മനസ്സിലാക്കണം. നോക്കൂ, -4 -3 -2 -1 0 1 2 3 അങ്ങനല്ലേ പോവുക. അപ്പോൾ ഇതാണ് 0. എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് നമ്മൾ ഈ ലൈനിൽ ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? -1ന്. അപ്പോൾ ഇതാ -1ലോട്ട് ഇങ്ങോട്ട് ഒരു ലൈൻ ഇട്ട് ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് എക്സ് 1 ആകുമ്പോൾ, എക്സ് 1 എന്ന് പറയുമ്പോൾ ഇതിൽ 1 എവിടെ വരുന്നത് നോക്കുക. ഇവിടെ പി ഓഫ് 1 1 ആണ്. 1 എവിടെ കിടക്കുന്നത്? ഈ ലൈനിൽ മുകളിലോട്ടാണ്. അപ്പോൾ ഇതാ നമ്മളിതാ ഈ 1 എത്തുന്നത് വരെ ഇങ്ങനെ മുകളിലോട്ട് ഒരു ലൈൻ കൊടുത്തത് ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ എക്സ് 2 ആകുമ്പോൾ, എക്സ് എന്ന് പറയുമ്പോൾ ഇതിലാണ് നോക്കേണ്ടത്. എക്സ് 2 ആകുമ്പോൾ പി ഓഫ് എക്സ് 3 ആണ്. ഇതിൽ 3 എവിടെ വരുന്നത്? ഇവിടെയാണ്. അപ്പോൾ നമ്മളിതാ എക്സ് 2 ആകുമ്പോൾ 2ൽ നിന്നും ഈ 3ലോട്ട് ഒരു ലൈൻ കൊടുക്കുക. കണ്ടല്ലോ. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ ഡോട്ട്സിനെ തമ്മിൽ യോജിപ്പിക്കാം. നമുക്ക് യോജിപ്പിച്ച് നോക്കാം എന്താ വരുന്നതെന്ന്. നോക്കൂ, 2 1 ഉണ്ടല്ലോ. ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈനാണ് നിങ്ങൾ വരയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ആദ്യത്തേത് 3ൽ ടച്ച് 3 ആണ്. പി ഓഫ് 2 3 ആണ്. പി ഓഫ് 1 1 ആണ്. പി ഓഫ് 0 -1 ആണ്. ഈ 3 ലൈനിനെ വെച്ചിട്ട് നീട്ടിയിട്ട് ഒരു വര വരയ്ക്കുക. അപ്പോൾ കണ്ടല്ലോ, ഒരു സ്ട്രൈറ്റ് ലൈന്.
വളവും ചെരിവൊന്നും ഇല്ലാത്ത ഒരു ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പിക്ചേഴ്സൊക്കെ ഇതുപോലെ ഒരു ലൈൻ തന്നെയാണ് വരിക എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ.